നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ പ്ലസ് ടുവിന്റെ മാത്തമാറ്റിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചാപ്റ്റർ മീൻസ് ആദ്യത്തെ ചാപ്റ്റർ അല്ല, മൂന്നാമത്തെ ചാപ്റ്റർ കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം എനിക്കൊരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. നമ്മുടെ പ്ലസ് ടുവിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ഇത്രയും നാളും ജീവിതത്തിൽ ഇത്രയും നാളും പഠിച്ച ഒരു ക്ലാസ് പോലെ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ ഓർക്കണം. എന്തൊക്കെ ഇതിന്റെ പ്രസക്തിയുണ്ട്, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയോടെ ഒന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹവും ആവശ്യവും അതിനുള്ളിൽ തോന്നുമെന്നാണ് എൻ്റെ തോന്നൽ. എന്താണ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഏത് കാര്യത്തിനും മീൻസ് നിങ്ങൾ ഇനി എന്ത് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഫ്യൂച്ചറായിട്ട് പോകുന്ന ഹയർ സ്റ്റഡീസിനെല്ലാം ബേസ് ആയിട്ട് നോക്കുന്നത് പ്ലസ് ടുവിന്റെ മാർക്കാണ്. ഒന്നാമത്തെ കാര്യം, ഇനി നിങ്ങൾ ഏത് കോഴ്സിന് പോയാലും പ്ലസ് ടു മാർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഏത് കോഴ്സ്, അതിപ്പോ ഇന്ന കോഴ്സ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. രണ്ടാമത്, അതിനുള്ളിൽ മാത്സ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പ്ലസ് ടുവിന്റെ മാത്സിന്റെ ഇമ്പോർട്ടൻസ് അതിഭയങ്കരമാണ്. നമ്മൾ ഈ ജോലിക്കൊക്കെ വേണ്ടി നമ്മൾ ഒത്തിരി ഇങ്ങനെ പഠിക്കുക, നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പൊ അതിനുള്ള സോഴ്സ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ആ പഠിത്തത്തിന് ആവശ്യമായിട്ടുള്ള മാത്സിന്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയാൻ പറ്റും. നമ്മളിപ്പോ എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുവിധപ്പെട്ടവരുടെ ഈ കീം എൻട്രൻസും അല്ലെങ്കിൽ NDA, കുസാറ്റ് അങ്ങനെ ഒത്തിരി എൻട്രൻസുകൾ എഴുതി ജോലി നേടാനാണ് തയ്യാറെടുക്കുന്നത്. പക്ഷെ നമുക്ക് അതുകൊണ്ട് നിൽക്കുന്നില്ല, അതിനും ഹൈ എൻട്രൻസുകളുണ്ട്. ഇപ്പം നീറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും ഒക്കെ. ഇപ്പൊ നമ്മൾ മാത്സ് ഓറിയന്റഡ് ആകുമ്പോൾ JEE വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. അത് പഠിച്ച് നമ്മളൊരു IIT-യിലോ ഒരു IIT-യിലോ ഒരു NIT-യിലോ കയറിയാൽ അവിടുന്ന് കിട്ടുന്ന ജോലിയെ ഫസ്റ്റ് പ്രിഫറൻസിൽ നല്ലൊരു സാലറിയോട് കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുന്ന ഇത്തിരി കൂടുതലാക്കിയാൽ അവിടെ എത്തിപ്പെടാൻ വളരെ ഈസി ആവും. ഇപ്പൊ ഇത്തിരി ലേസി ആയിട്ട് ചിന്തിച്ച് എനിക്ക് എത്രയൊന്നും വേണമെന്നില്ല എന്ന് വിചാരിക്കുന്നതോറും നമ്മൾ താഴോട്ട് പോവുകയും ജോലി കിട്ടാനുള്ള സാധ്യത ലേറ്റ് ആവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് നമ്മളതിലെ മരണപ്പെടുത്തം എന്ന് പറയുന്ന പോലെ പഠിച്ചോ. പ്രയോജനം അതിഭയങ്കരമാണ്. ഓക്കെ, അത് പ്രത്യേകിച്ച് മാത്സ്. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. എൻട്രൻസ് ആണെങ്കിലും നമ്മുടെ പ്ലസ് ടു ക്ലാസ് ആണെങ്കിലും ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും മോഡിഫിക്കേഷൻസുകൾ ഉറപ്പായിട്ടും വേണം. അല്ല കഴിഞ്ഞ വർഷം പോലെയല്ല അടുത്ത വർഷം, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മാറ്റിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് തുടങ്ങുന്ന ചാപ്റ്ററിന്റെ പേര് മെട്രിസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ള ചാപ്റ്ററാണ് മെട്രിസസ്. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതൊരു വളരെ ബോറായിട്ടുള്ള ചാപ്റ്ററാണ്. സ്റ്റാർട്ടിങ്ങിന് ഒരിക്കലും കൊള്ളാത്ത ചാപ്റ്ററാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, പ്ലസ് വണ്ണിൽ പഠിച്ച റിലേഷൻസ് അതിന്റെയൊക്കെ ഒരു 5 മടങ്ങോളം ബുദ്ധിമുട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ്ങിന് പറ്റിയതല്ല. രണ്ടാമത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയാണ്. അതും സ്റ്റാർട്ടിങ്ങിന് അത്ര പറ്റിയതല്ല. സ്റ്റാർട്ടിങ്ങിന് പറ്റിയവനാണ് മെട്രിസസ്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഏകദേശം 7 മാർക്കോളം ഉണ്ട്. ഈ 7 മാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈസിയാണ്. നമുക്ക് ഈ പ്രോബ്ലങ്ങളൊക്കെ കാണുമ്പോൾ ചെയ്ത് കാണിക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ളല്ലോ, ഇത്രയേ. പക്ഷെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ശരിയായിരിക്കും, പക്ഷെ അതിനുള്ളിലുള്ള കണ്ടന്റുകൾക്കുള്ളിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഇവരെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഒത്തിരി ഫോർമുലാസുകളൊന്നുമില്ല, പക്ഷെ ചെയ്യുമ്പോൾ അന്നന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ മെട്രിസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന മെട്രിക്സ് കേട്ടോ, സിംഗുലർ. വാട്ട് ഈസ് മെൻ ബൈ മെട്രിക്സ്? മെട്രിക്സിന്റെ ഡെഫിനേഷൻ എല്ലാവരും ഒന്ന് കേട്ടോളാം. മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. അതാണ് മെട്രിക്സിന്റെ ഡെഫിനേഷൻ. ഒന്ന് കേട്ടോ, മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ. വാട്ട് ഈസ് മെൻ ബൈ റെക്ടാങ്കുലർ അറേ? റെക്ടാങ്കുലർ ബോക്സ്. നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സിനുള്ളിൽ റെക്ടാങ്കുലറോ സ്ക്വയറോ എന്ന് കാര്യമില്ല കേട്ടോ, നമ്മളങ്ങ് റെക്ടാങ്കുലർ എന്ന് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ബോക്സിനുള്ളിൽ അപ്പുറം ഇപ്പുറം സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താണേ ഇതിനുള്ളിൽ നമ്പേഴ്സുകളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ചുമ്മാ അത് വാരി വിതറുകയല്ല, അവിടെ കിടക്കട എന്നല്ല, ഇന്നിടത്ത് നിൽക്കട എന്നുള്ള രീതിക്കുള്ള റോയിലും കോളത്തിലോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഞാനിപ്പോ ഫസ്റ്റ് റോ, ഇതാ നമ്മുടെ റോ, ഇതിവിടെ സെക്കൻഡ് റോ, ഇവിടെ തേർഡ് റോ, ഇങ്ങനെ എണ്ണുന്നതെല്ലാം കോളം ആണ്. ഓക്കെ നോക്കിക്കേ, 3, 5, 4 ഫസ്റ്റ് റോ ഉണ്ടോ. ഒരു സ്പേസ് ചെറുതായിട്ടിട്ട് വേണം എഴുതാൻ. നമ്മൾ അറിയാതെ കോമയൊക്കെ ഇടും, കോമ ഒന്നും ഇടണ്ട കേട്ടോ. 3 ഇടുക, ഇത്തിരി സ്പേസ് ഇടുക,
5 എഴുതുക, ഏതെങ്കിലും നമ്പർ എഴുതുക. എന്നിട്ട് അടുത്തത് 1 3 -2. നെഗറ്റീവ് നമ്പർ ഉപയോഗിക്കാം, പോസിറ്റീവ് നമ്പർ ഉപയോഗിക്കാം, ഫ്രാക്ഷൻ ഉപയോഗിക്കാം, ഡെസിമൽ ഉപയോഗിക്കാം, ഇനി വേരിയബിൾസ് യൂസ് ചെയ്യാം, കോംപ്ലക്സ് നമ്പറുകളെയും യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിനുള്ളിൽ ആരെ എഴുതാം. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ രൂപം. ദിസ് ഈസ് ഫസ്റ്റ് റോ, ദിസ് ഈസ് സെക്കൻഡ് റോ, ദിസ് ഈസ് ഫസ്റ്റ് കോളം, ദിസ് ഈസ് സെക്കൻഡ് കോളം, ദിസ് ഈസ് ലാസ്റ്റ് കോളം ഓർ തേർഡ് കോളം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എണ്ണുന്നതെല്ലാം റോയും, ഇങ്ങനെ എണ്ണുന്നതെല്ലാം എന്താ മോനെ കോളവുമാണ്. അപ്പൊ റോയും കോളത്തിലും ഇങ്ങനെ നമ്പേഴ്സുകളെ അറേഞ്ച് ചെയ്ത് എഴുതുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് റോ ഡിനോട്ടഡ് ബൈ R1, ദിസ് ഈസ് സെക്കൻഡ് റോ ഡിനോട്ടഡ് ബൈ R2. ഇതാണ് കേട്ടോ. അപ്പൊ R1ലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആരെന്ന് ഈ 3 പേർ, R2ലുള്ള മെമ്പേഴ്സ് ആണ് ഈ 3 പേർ. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈസ് ഫസ്റ്റ് കോളം C1, ദിസ് ഈസ് സെക്കൻഡ് കോളം C2 ആൻഡ് ദിസ് ഈസ് തേർഡ് കോളം C3. ഓക്കെ, ഇതാ നമ്മുടെ ഫസ്റ്റ് കോളം 3 1, ദിസ് ഈസ് സെക്കൻഡ് കോളം, ദിസ് ഈസ് തേർഡ് കോളം. ഓക്കെ ആണല്ലോ. അപ്പൊ റോയിലും കോളത്തിലോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുന്ന പ്രോസസ്. മറ്റൊരു നോക്കിക്കേ, ഒരു മെട്രിക്സിനെ ഞാൻ എഴുതാൻ പോവാണ്. 5 4 3 -8. ഓക്കെ, ഇത് മറ്റൊരു മെട്രിക്സ് ആണ്. നോക്കിക്കേ, ഇതാ നമ്മുടെ ഫസ്റ്റ് റോ, ഇത് നമ്മുടെ സെക്കൻഡ് റോ. ദിസ് ഈസ് ഫസ്റ്റ് കോളം C1 ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് കോളം C2. ഓക്കെ, അവിടെ 2 റോയും 2 കോളമാണ് എഴുതിയേക്കുന്നത് അല്ലെ, 2 റോയും 2 കോളം. അപ്പൊ ഇവിടെ 2 റോയും 3 കോളം ഉണ്ടായിരുന്നു, ഇവിടെ 2 റോയും 2 കോളം ഉള്ളു കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ മെട്രിക്സുകൾ നമുക്ക് എഴുതാൻ പറ്റും. വേറെ നോക്കിക്കേ, 1 -1 0 2 5 8 3 4 -2. ഇതൊരു മറ്റൊരു മെട്രിക്സ് ആണ് കണ്ടല്ലോ. ദിസ് ഈസ് ഫസ്റ്റ് റോ, ദിസ് ഈസ് സെക്കൻഡ് റോ, ദിസ് ഈസ് തേർഡ് റോ, ദിസ് ഈസ് ഫസ്റ്റ് കോളം, ദിസ് ഈസ് സെക്കൻഡ് കോളം ആൻഡ് ദിസ് ഈസ് ലാസ്റ്റ് കോളം ഓർ തേർഡ് കോളം. ഓക്കെ, നിങ്ങൾ അവിടെ നോക്കുമ്പോൾ 3 റോയും 3 കോളവും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇനി മറ്റൊരു, അപ്പൊ ഇനി മെട്രിക്സുകൾക്ക് വേണ്ട പേര് കൊടുക്കുക. A എന്നും B എന്നും C ക്യാപിറ്റൽ ലെറ്റേഴ്സുകൾ ആണ് ഉപയോഗിച്ചുകൊണ്ടാണ് പേരുകൾ കൊടുക്കുന്നത് കേട്ടോ. മറ്റൊരെണ്ണം നോക്കിക്കേ, ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു 1 5 8. ഇത്രേ എഴുതുന്നുള്ളൂ കേട്ടോ. രണ്ടാമത് റോ ഒന്നും എഴുതുന്നില്ല, ഒറ്റ റോയിൽ നിർത്തി അങ്ങനെയും മെട്രിക്സ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആണ് നോക്കിക്കേ, E 3 0 -1. ഇതും മറ്റൊരു മെട്രിക്സ്. ഒറ്റ കോളമേ ഉള്ളൂ കേട്ടോ, അടുത്ത കോളം ഇല്ല, ഒറ്റ കോളം ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഇവിടെ കോളം ഇല്ല കേട്ടോ. ഇങ്ങനെ പല രീതിയിൽ കൂടെ നമുക്ക് മെട്രിക്സിൽ എഴുതാം, വലിയ മെട്രിക്സുകളൊക്കെ എഴുതാം. നമുക്ക് പക്ഷെ പഠിക്കാനുള്ളത് ഒരു 3/3 വരെ പഠിക്കാനുണ്ട്, അതിൽ കൂടുതലൊന്നും നമുക്ക് പഠിക്കാനില്ല കേട്ടോ. മീൻസ് 3 റോയും 3 കോളം. നോക്കിക്കേ, ഇനി ഇതിന്റെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഓർഡർ ഓഫ് എ മെട്രിക്സ്? ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ ഹൗ മെനി റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് ഈസ് കോൾഡ് ആൻ ഓർഡർ. ഒരു മെട്രിക്സിന് എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ടെന്ന് ഡിനോട്ട് ചെയ്യാനുള്ള ഒരു പേരാണ് ഓർഡർ. അപ്പൊ ഓർഡർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ റോയും കോളം എണ്ണി പറഞ്ഞേക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ആദ്യം റോ പറയണം, രണ്ടാമത്തെ കോളം പറയണം. നോക്കാം, ഇതിന് നിങ്ങൾ നോക്കിയാൽ 2 റോ ഉണ്ട് കേട്ടോ, ഇങ്ങനെ 1 2. ഇതാകുമ്പോൾ 1 2 3. അപ്പൊ ഇതിന്റെ ഓർഡർ ഒരാൾ ചോദിച്ചാൽ 2 റോ അല്ലേ ആദ്യം അല്ലെ, 3 കോളം, അപ്പൊ 2/3 ഇങ്ങനെയാണ് എഴുതുന്നത്. 2/3 ഇടയ്ക്ക് ഒരു ഇൻഡു സൈൻ ആണേ. അപ്പൊ നമ്മൾ ഈ ഇൻഡു സൈൻ എഴുതിയിട്ട് ബൈ എന്ന് വായിക്കുന്നത് എന്തോ പൊട്ടത്തരമാണെന്നില്ലയോ, കാര്യമില്ല. അങ്ങനെയാണ് അതിനൊരു മറ്റൊരു അർത്ഥമുണ്ട് കേട്ടോ. ഇപ്പൊ 2 × 3 കൂടെ എത്ര മോനെ കിട്ടുന്നത്? 6 അല്ലയോ? ഇതിനുള്ള എലിമെന്റ്സുകളുടെ എണ്ണം 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പം 2/3 പറയുന്നെങ്കിൽ എഴുതുമ്പോൾ ഇൻഡു സൈൻ ആണ്, അതിന്റെ മീനിങ് ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിനോട് നോക്കിക്കുമ്പോൾ 2 റോ ഉണ്ട്, 1 2. ഇവിടെ കോളം നോക്കുമ്പോൾ 1 2, ദാറ്റ് ഈസ് 2/2. ഇവിടെയാണ് അതിന്റെ പൊസിഷൻ കേട്ടോ. ഒരു മെട്രിക്സിന്റെ ഓർഡർ എഴുതുന്ന പൊസിഷൻ ഇവിടെയാണ്, റൈറ്റ് ബോട്ടത്തിലാണ് കേട്ടോ. ഇപ്പൊ ജനറൽ ആയിട്ട് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ M/n എന്നാണ് കേട്ടോ, M/n, where M is the number of rows and n is the number of columns of that matrix RCN. ഓക്കെ, ആദ്യം റോയുടെ എണ്ണവും രണ്ടാമത് കോളത്തിന്റെ എണ്ണവും. അപ്പൊ ഈ മെട്രിക്സിന്റെ റോ നോക്കിക്കഴിഞ്ഞാൽ 1 2 3, കോളം നോക്കി കഴിഞ്ഞാൽ 1 2 3, ദാറ്റ് ഈസ് 3/3. ഇത് റോയ്, ഇതെന്താണ് കോളം. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ചെറിയ തുടക്കമൊക്കെ വളരെ നല്ല രസകരമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ല സ്പീഡിൽ പോവാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നോക്കിക്കേ, 158 എന്ന ഒറ്റ റോയേ ഉള്ളൂ അല്ലെ. ഇത് ഒറ്റ റോയ ആകുമ്പോൾ നോക്കിക്കേ, ഇതിന് ഒറ്റ റോയേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതിന് 1, കോളം നോക്കുമ്പോൾ 1 2
3. അപ്പൊ 1/3 ആണ് ആ മെട്രിക്സിന്റെ ഓർഡർ. ഓക്കെ ആണല്ലോ. ഇത് നോക്കുമ്പോൾ 1, 2, 3 3 റോ 1, 2, 3 പക്ഷെ ഒറ്റ കോളേ ഉള്ളൂ. ഇനി വരയ്ക്കാൻ ഇങ്ങനെ പറ്റുന്നുണ്ടോ? ദാറ്റ് ഈസ് ഓർഡർ ഈസ് 3/1. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് ചോദിച്ചാൽ. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഓർഡർ ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലായി. ആദ്യം എഴുതേണ്ട ആരാണെന്ന് മനസ്സിലായി, രണ്ടാമത് എഴുതേണ്ട ആരാണെന്ന് മനസ്സിലായി. ഇൻഡു ചെയ്താൽ കിട്ടുന്ന നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 × 3 9 അല്ലയോ? ഇതിനുള്ളിൽ 9 പേരുണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കാണുക. ഇനി നമ്മുടെ മെട്രിക്സിലെ ബാക്കി ഇതേപോലൊക്കെ പതുക്കെ പതുക്കെ വരും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ പഠിക്കാം. സിമ്പിൾ സൂപ്പർ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ നോട്ട്സുകളും പിന്നെ നിങ്ങൾക്ക് വേണ്ട എക്സാമിന് വേണ്ട സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകളും പിന്നെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പാക്കേജ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ട എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും ഓർഡർ ആക്കി അങ്ങോട്ട് തരും. റിവിഷൻ ക്ലാസ്സസും അതിന്റെ ക്വസ്റ്റ്യൻ പാക്കേജോട് വെച്ച് അങ്ങോട്ട് പഠിച്ചോണം മോനെ. ഫുൾ മാർക്ക് എത്താൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 1 ഇയർ അതിന് ഇത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമേ ഇല്ല. 1 ഇയറിന് എല്ലാ ഫുൾ ഇക്വേഷൻ ബുക്കിലേക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.